എനിക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരാൾ റിലേഷൻഷിപ്പിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട. ആ റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പേ വേണ്ട. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള റൂളാണേ. ഞാൻ ഇത്രയും കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ എനിക്ക് ജോലിക്ക് കയറണം. എനിക്ക് ജോലി കിട്ടി. ആ ജോലിക്ക് ഞാൻ കയറി കഴിഞ്ഞ് അവിടെ ഞാൻ രാവിലെ മുതൽ 9 മണി മുതൽ 6 മണി വരെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞാൻ 9 മുതൽ 6 വരെ തോന്നിയ പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്. നാളെ മുതൽ ഞാൻ 9 മുതൽ 6 മണി വരെ ആ കമ്പനിയുടെ റൂളുകൾ അനുസരിച്ചിട്ടാണ് ജീവിക്കുക. അവിടെ ഞാൻ എന്ത് പറയോ, എൻ്റെ ബൈ ഫ്രീഡം പോയി, എനിക്ക് ഇതില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഡയലോഗ് അടിച്ച ആ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കും. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും. അതായത് റിലേഷൻഷിപ്പിൽ റൂളുകളുണ്ട്. എനിക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരാൾ റിലേഷൻഷിപ്പിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട. ആ റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പേ വേണ്ട. എൻ്റെ പഴയ ഫീല് കിട്ടുന്നില്ല. ദി വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ എ റിലേഷൻഷിപ്പ്. പറ്റൂല. ഒരു പ്രിമൈസാണ്, ഒരു കമ്പനിയാണ്, അതിൽ കയറണം, അതിൽ റൂൾസ് ഉണ്ട്. ഒരു കമ്പനിയിലെ റൂള് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പിലെ റൂള് ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്, എനിക്ക് ആ കമ്പനിയിൽ റൂൾ ഇഷ്ടമല്ല, പൈസ ആലോചിച്ച് മാത്രം വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ആ രാവിലെ 9 മുതൽ 6 മണി വരെ ഞാൻ വെറുത്തിട്ടേക്കില്ലേ പണിയെടുക്കാം അല്ലേ? അതേപോലെ തന്നെയാണ് പല ആളുകളും റിലേഷൻഷിപ്പിൽ പണിയെടുക്കുന്നത്. നിവൃത്തിയില്ല, കല്യാണം കഴിച്ചു പോയി, കുട്ടികളുണ്ട്, ഫീൽ ഉണ്ടാവോ? ഇല്ല. ഇപ്പം എന്നോട് എപ്പോഴും കുറച്ച് സാധനം മോനെ ഇനി എന്തായാലും അത് ചെയ്യൂ, പണിയെടുക്കും, എൻജോയ് ചെയ്ത് ചെയ്യടാന്ന് പറയും. അർത്ഥം മനസ്സിലായോ? അതായത് ദീസ് റൂൾസ് വിൽ ബി ഫോളോഡ്. പക്ഷെ ഇതിനോട് നടക്കില്ല എന്നുള്ളതല്ല. പക്ഷെ ഓക്കെ, ഈ റൂൾസ് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ എൻ്റെ പ്രത്യേകത എന്താ? പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അയാൾക്ക് ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അയാൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അയാൾക്ക് സ്വപ്നമുണ്ട്, എനിക്ക് സ്വപ്നമുണ്ട്. ഇതൊക്കെ ഇതിലുള്ള റൂൾസുകളാണ്. കംപ്ലീറ്റ്ലി പിടിച്ച് അയാൾ പോയി പേടി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റൂൾസുകളെ കൊണ്ട് ഉണ്ടാക്കിയ റിലേഷൻഷിപ്പിലെ റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയില്ലേ, അതിൽ പെട്ടതാണ് എന്ത്? ഞാൻ എന്ന വ്യക്തി ഇന്ന് മുതൽ ഒരു ഭാര്യയാണ്, ഭർത്താവാണ്. അതിൻ്റെ മെച്യൂരിറ്റി ഞാൻ എന്താക്കണം? കാണിച്ച് തുടങ്ങണം. അല്ലേ ആ റിലേഷൻഷിപ്പ് ഉറപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറും.